ഇത്ര ഗൗരവമായിട്ട്? എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു നിനക്കും നിന്റെ ബാപ്പയ്ക്കും. എന്റെ ഭാര്യയായി പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ജീവിതം മുഴുവൻ കരയാൻ വിധിക്കപ്പെട്ട നിന്നെ കാര്യമില്ലാതെ ഞാൻ സംശയിച്ചു. ഇപ്പോഴെങ്കിലും ആ സംശയം തീർന്നെങ്കിൽ ഞാൻ സംതൃപ്തിയാണ്. ഇതിനൊന്നും ഞാൻ മറ്റാരെയും കുറ്റപ്പെടുത്തുകയില്ല. യാതൊരു കാരണവശാലും ആ വീട്ടിൽ കാലുകുത്താൻ പോലും അർഹതയില്ലാത്ത എന്നെ അവിടെ എത്തിക്കാനുള്ള എന്റെ ബാപ്പയുടെ അത്യാഗ്രഹമല്ലേ ഇതിനെല്ലാം കാരണം? നടക്കാവുന്നതേ മനുഷ്യൻ ആഗ്രഹിക്കാവൂ. ശരിയാണ് മോനി പറഞ്ഞത്, 100% ശരിയാണ്. വലിയൊരു തറവാട്ടിലെ അംഗമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തമായി 10 കാശിന് ഗതിയില്ലാത്ത, ഒരു ജോലിയും ചെയ്യാൻ കൽപ്പില്ലാത്ത, മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ മാത്രം ജീവിക്കേണ്ടി വന്ന ഞാൻ സത്യത്തിൽ ഒരു വിവാഹത്തിന് ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. എന്റെ കുടുംബത്ത് പാത്രം കഴുകിക്കളയുന്ന ചോറുണ്ടല്ലോ, അത് വേണ്ട, എനിക്ക് മരണം വരെ ജീവിക്കാം. പക്ഷേ ഇന്ന് നിന്റെ ബാപ്പയുടെ ഉപ്പും ചോറും തിന്ന് ജീവിക്കേണ്ട ഗതികേടിലായിപ്പോയി. ഇത്രയും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കാൻ മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കിനി ജീവിച്ചിരിക്കണമെന്നൊരു ആഗ്രഹമില്ല അമ്മ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത്? നിങ്ങളില്ലെങ്കിൽ പിന്നെ എനിക്ക് ആരുണ്ട്? ഈ മുഖം കണ്ടുകൊണ്ട് വേണം എനിക്ക് എന്റെ കണ്ണടയ്ക്കാൻ. ഇല്ല ഉമ്മ, നീ ചെയ്ത ത്യാഗങ്ങൾക്ക് നിന്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുള്ള വഴികളാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്ന ഇലാഹി? ഇത് പറയാനാണോ നീ എന്നെ വിളിച്ചോണ്ട് വന്നത്? ഉമ്മുവിന്റെ അടുത്ത് നേരിട്ട് പറയാനുള്ള ധൈര്യം എനിക്കില്ലാത്തതുകൊണ്ട്. അതിന് മാത്രം എന്റെ മോൾ എന്ത് തെറ്റ് ചെയ്തു? അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്താണെന്ന് പറ. ഉമ്മുവിന്റെ നല്ലൊരു ഭാവിയെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഒരു സ്ത്രീ ജന്മം മുഴുവൻ ഒഴുക്കേണ്ട കണ്ണുനീര് ഈ ആയുസിനിടയ്ക്ക് തന്നെ അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിട്ടുണ്ട്. ഇനി എൻ്റെ കൂടെ ജീവിച്ചാൽ അത് തന്നെ നൽകാനേ എനിക്ക് കഴിയൂ. മറ്റാരെങ്കിലും കല്യാണം കഴിച്ച് അവൾ സുഖമായി ജീവിക്കണം. അതിന് ഈ ഒരൊറ്റ വഴിയെ ഞാൻ കാണുന്നുള്ളൂ. മാമ തടസ്സം പറയുന്നു. ഉമ്മുവിനെ ഞാൻ മൊഴി ചെല്ലട്ടെ മാമ? മോളെ മൊഴി ചൊല്ലുന്നെന്ന് കേൾക്കുമ്പോ ഒരു പാപ്പാടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിനക്കറിയില്ല മോനെ. നളന്തര തറവാട്ടിലേക്ക് ഉമ്മുവിനെ കെട്ടിച്ചയക്കുമ്പോ അവൾ എങ്ങനെ സുഖമായി ജീവിക്കണമെന്ന് മാമ വിചാരിച്ചുവോ, അതിൽ 10 മടങ്ങ് സുഖമായി ജീവിക്കാൻ ഇനിയും സാധ്യതയുണ്ട്. അതിന് മാമ മാത്രം വിചാരിച്ചാൽ മതി. എങ്ങനെ? റസാഖും ഉമ്മുമായി ഒന്നിച്ച് ജീവിക്കാൻ മാമ വഴിതെളിക്കണം. മാമ പറഞ്ഞ റസാഖ് സമ്മതിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഉമ്മുവിനെ ഞാൻ മൊഴി ചെല്ലട്ടെ മാമ? എന്റെ മോനെ. ഉമ്മു, കമറു നിന്നെ മൊഴി ചൊല്ലിമോളെ. ഞാൻ വല്ല തെറ്റും ചെയ്തോ ബാപ്പ? ഇല്ല മോളെ, നിന്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ കമറു കണ്ട ഏക മാർഗം ഇതാണ്. നീ വീണ്ടും ഒരു നിക്കാഹ് കഴിക്കാൻ. ഓഹോ,
നീ ആ പാട്ട് പാടിയവാടാ ഈ കുഴപ്പത്തിലൊക്കെ കാരണം. ഉമ്മോ, എന്താ കാര്യം? കമറുദ്ദീൻ ഉമ്മുവിനെ മൊഴി ചൊല്ലി അവിടെ നിന്ന് പോയി. എന്റെ റബ്ബേ, മാമ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ബാപ്പയുടെ അസുഖം കുറവുണ്ടോ? കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. എന്നാലും ഇപ്പോഴും ചികിത്സയും മരുന്നുമാണ്. മാമ ഇരിക്കെ. യൂസഫേ, ഞാൻ വന്നത് നമ്മുടെ കമറുദ്ദീനെ കുറിച്ച് അന്വേഷിക്കാനാ. എന്താ അളിയനെന്ത് പറ്റി? അവൻ ഹമീദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. എവിടെ പോയെന്നൊരു വിവരമില്ല. മാമാടെ വീട് നരകമാണെന്ന് പറഞ്ഞ് മാമയെ ധിക്കരിച്ചിറങ്ങിപ്പോയനല്ലേ അളിയൻ? എവിടെയെങ്കിലും പോയി തൊലയട്ടെ. അവൻ ഹമീദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് കേട്ടപ്പോ വീണതാണ് അവന്റെ ഉമ്മ. ഇന്നലെ 2 പ്രാവശ്യം ഡോക്ടറെ കൊണ്ടുവന്നു. ഇപ്പോഴും കിടന്ന കിടപ്പ് കിടക്കാണ്. ഒന്ന് തീർച്ചയാണ്, അവനൊരു തറവാടിയാണ്. ഭാര്യയുടെ വീട്ടിൽ കൈതക്കുറ്റിയായി കിടക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോന്നല്ലോ. എന്തുകൊണ്ടും ഖമറുദ്ദീൻ എന്നെക്കാൾ സമർത്ഥനാണ്. എന്റെ ഭാര്യ എന്നെ പിരിഞ്ഞ് മാമയുടെ വീട്ടിൽ എത്രയോ നാളായി താമസിക്കുന്നു. എന്നിട്ടും അവളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? 2 കുഞ്ഞുങ്ങളുടെ ബാപ്പയായി പോയതുകൊണ്ട് അവളെ മൊഴി ചൊല്ലാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. മാമയ്ക്ക് വിഷമം തോന്നരുത്. മേശമേൽ വിളമ്പി വെച്ച ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതെ ഒരു ജോലിക്കാരിയെ പോലെ അടുക്കളയിൽ ഇരുന്ന് ഉമ്മുക്കുൽസുവിനോട് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെട്ടത് ആരാണെന്ന് മാമയ്ക്ക് അറിയാമോ? മാമയുടെ മകൾ താഹിറ. ഒരിക്കൽ ഉമ്മുക്കുൽസുവിന്റെ ഉമ്മ വീട്ടിൽ വന്നപ്പോൾ വീട്ടുമുറ്റത്ത് കയറാൻ പോലും അവർക്ക് അർഹതയില്ലെന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിച്ച് കരയിച്ചു വിട്ടത് ആരാണെന്ന് അറിയാമോ? മറ്റാരുമല്ല, മാമയുടെ പുന്നാര മകൾ താഹിറ. ഉമ്മുവിന്റെ കുടുംബക്കാർ അത്ര ഗതികെട്ടവരാണെങ്കിൽ പിന്നെ ഈ കല്യാണത്തിന് മാമ എന്തിനു സമ്മതിച്ചു? ഖമറുദ്ദീൻ ഒരു സൂക്കേടുകാരനായിരുന്നിട്ടും അവന്റെ ഭാര്യയാകാൻ സമ്മതിച്ച ആ സ്ത്രീക്കും കാണില്ലേ ചില ആശകൾ? എന്നിട്ട് കിട്ടിയതോ എത്രയെത്ര അപമാനങ്ങൾ. ഇതിൽ നിന്ന് ഉമ്മുക്കുൽസുവിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയ ഖമറുദ്ദീനെ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും? താഹിർ ആ വീട്ടിൽ ഉള്ളിടത്തോളം കാലം അളിയൻ ആ വീട്ടിൽ കാലുകുത്തില്ല എന്ന് ഖമറുദ്ദീൻ പറഞ്ഞു. പറഞ്ഞു. കടത്തുന്നതിൽ കിടന്നുറങ്ങുമെന്ന് എന്റെ ഒരു സ്നേഹിതൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി വളരെ നിർബന്ധിച്ചിട്ടാണ് അളിയൻ എന്നോടൊപ്പം വന്നത്. ഉമ്മ ഇത് കഴിക്കും. വേണ്ട, കഴിക്കുമ്മ. ഉമ്മ, ഉമ്മനെ കമറു. ഉമ്മ എന്തേ മരുന്ന് കഴിക്കാത്തെ? കഴിക്കാം മോനെ. ഇവിടുത്തെ നിന്റെ പൊറുതി ഇന്ന് തന്നെ നീ അവസാനിപ്പിക്കണം. ഇപ്പം ഈ നിമിഷം ഈ വീട്ടിൽ നടക്കണം. മിണ്ടരുത്. കെട്ടിച്ചേച്ച പെണ്ണ് താമസിക്കേണ്ട കെട്ടിയോണ്ട് വീട്ടില. എന്നെ കൊണ്ടൊന്നും വയ്യ അവിടെ പോയി താമസിക്കാൻ. എന്താടി താമസിച്ചാല്? അതൊരു നരകമാണ് എന്ന് നിനക്ക് തോന്നും. കാരണം നീ ചെല്ലുന്നിടം മുഴുവൻ നരകായിരിക്കും. അത്രയ്ക്ക് നശൂലം പിടിച്ചവളാണ് നീ. ഇത്രയും കാലം എന്റെ കാലിൽ ഓരോ പുന്നാരങ്ങൾ ഓതി ഓതി എന്നെ നീ പിടക്കാക്കി. ഇനി തന്നെ ഇവിടെ വെച്ച് പൊറപ്പിച്ചാൽ ശരിയാവില്ല. നശിക്കും, എല്ലാം നശിക്കും. വേഗം ഇറങ്ങിക്കോ. എനിക്കൊന്നും കേൾക്കണ്ട. ഉടനെ യൂസഫിന്റെ കൂടെ പോകാൻ തയ്യാറായിക്കോ.
കലക്കി മാമ, ഉഗ്രൻ. മാമയ്ക്ക് ഇത്ര ഒച്ച ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഈ ബുദ്ധി നിങ്ങൾക്ക് കുറച്ച് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ എന്റെ മോനും ഉമ്മവും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ലായിരുന്നു. മോളെ മോളെ ഉമ്മ ഒന്ന് പറയട്ടെ. റസാക്കുമായുള്ള കല്യാണത്തെ കുറിച്ചായിരിക്കും. അതെ, റസാക്കയെന്നല്ല, കമർ നിനക്ക് തന്നെ വീണ്ടും വന്നാലും എനിക്ക് ജീവിതത്തിൽ മറ്റൊരു വിവാഹമേ വേണ്ട. മോളെ, അങ്ങനെ തീർത്ത് പറയരുത്. ബാപ്പയൊന്നും പറയണ്ട. അപ്പൊ നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ലെന്നാണോ? ബാപ്പയുടെ അധികാരം ഉപയോഗിച്ച് മുമ്പൊരു കല്യാണം എനിക്ക് ബാപ്പ നടത്തി തന്നല്ലേ, എന്നിട്ട് എന്തുണ്ടായി? അത് ബാപ്പാക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി മോളെ. അതിന്റെ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചത് ഞാനാണ് ബാപ്പ. ഏറ്റവും നല്ല മനസ്സോടെ ജീവന്റെ ജീവനായി ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിച്ചു. എന്നിട്ടും ആ കുറ്റബോധം ഇപ്പോഴും ബാപ്പാടെ മനസ്സ് നീറ്റുന്നുണ്ട്. അതിൽ മോചനം കിട്ടണമെങ്കിൽ നീ റസാക്കുമായുള്ള നിക്കാഹ് നടക്കണം. ആത്മാർത്ഥതയില്ലാത്തൊരു മനസ്സുമായി ഇനിയും വേറൊരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് വയ്യ. ഇനിയെങ്കിലും ബാപ്പയെ പിടിവാശി ഉപേക്ഷിക്കണം. ഇല്ല, ഈ നിക്കാഹ് ഞാൻ നടത്തും. ഇതൂടെ കഴിക്കും. മതി. കഴിക്കുമണി. മോനെ, ഉമ്മ നല്ലവളായിരുന്നു, സ്നേഹമുള്ളവളായിരുന്നു. കഴിയുമെങ്കിൽ നീ വീണ്ടും അവളെ തന്നെ നിക്കാഹ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം. വേണ്ടുമ്മ, എനിക്കത് വിധിച്ചിട്ടില്ല. സ്വന്തമായി അധ്വാനിച്ച് 4 കാശുണ്ടാക്കി ഭാര്യയെ പോറ്റാൻ കെൽപ്പുള്ളവന് മാത്രം ആശിക്കാവുന്ന ഒന്നാണ് നിക്കാഹ്. എനിക്കതിന് കഴിയില്ലല്ലോ ഉമ്മ. ആ ഗതികേട് നിനക്ക് വരില്ല. ഈ വീട് ഉൾപ്പെടെ എന്റെ സ്വത്തിന്റെ പകുതി നിന്റെ പേർക്ക് എഴുതി വെച്ചതിന്റെ ആധാരമാണിത്. ഇതാ. ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. ഉമ്മുവിന് വേറൊരു കല്യാണാലോചന വരുന്നതിന് മുമ്പ് നീയുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കണം. സമ്മതിക്കളിയ.